പ്രവർത്തക സമിതി അംഗമാണെങ്കിൽ കൂടി തരൂരിനെ അവഗണിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിൽ KPCCയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിലുള്ള വിമർശനങ്ങൾ, എതിർപ്പുകളൊക്കെ ശശി തരൂരിനുണ്ട് താനും. അതിനൊരു പരിഹാരം തരൂർ ആവശ്യപ്പെട്ടേക്കുമോ? തീർച്ചയായും അതും, കാരണം തനിക്കെതിരായ ഒരു നീക്കം അത് രാഷ്ട്രീയമായ നീക്കം, അതായത് ഒരു VD സതീശനും അതോടൊപ്പം തന്നെ UDF കൺവീനറായ MM ഹസൻ അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പരസ്യ പ്രതിഷേധവും ആയിട്ട് മുന്നോട്ട് വന്നത്. പക്ഷെ അവിടെ KPCC പ്രസിഡന്റായ K സുധാകരൻ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് K സുധാകരനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാം തന്നെയും VD സതീശൻ പടയെടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ K സുധാകരനൊപ്പം നിന്ന ആളാണ് ശശി തരൂര്. ഇത്തവണ K സുധാകരൻ അടക്കമുള്ള നേതാക്കൾ വളരെ വലിയ രീതിയിൽ തരൂരിനെ ആക്രമിക്കാൻ തയ്യാറായില്ല. അതായത് സംസ്ഥാന കോൺഗ്രസിനുള്ളിലുള്ള ഭിന്നതയാണ് തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ പ്രതിഷേധമെന്ന് വരുത്തി തീർക്കാൻ, അത് ബോധ്യപ്പെടുത്താൻ കൂടി ശ്രമം കൂടി ശശി തരൂരിന്റെ ഭാഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. താൻ പറഞ്ഞ വാക്കുകൾക്ക് അപ്പുറമായി കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ് ഇത്തരം വലിയ വിവാദത്തിന് കാരണമെന്നുകൂടി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സാധ്യത കൂടി ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ട് എന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പ്രതികരിച്ചേക്കുമെന്നുള്ളതാണ് നമുക്ക് ഒരു പ്രതീക്ഷ. എന്തായാലും വിശദമായി ഇപ്പോഴത്തെ സംസ്ഥാന കോൺഗ്രസിലെ പ്രതിസന്ധിയും ആഭ്യന്തര കലഹവും എല്ലാം തന്നെയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചേക്കും. ആ ആഭ്യന്തര കലഹത്തിന്റെ ഒരു രീതിയാണ് താൻ എന്നുകൂടി ശശി തരൂർ ബോധ്യപ്പെടുത്താനുള്ള സാധ്യതയും ഉണ്ട്. അതിനുള്ളൊരു അവസരം കൂടി അദ്ദേഹം ഇതിനെ കാണാനുള്ള. അതെ സിബി, കേരളത്തിലെ ആഭ്യന്തര കലഹം മാത്രമല്ല, കുറെ നാളായി ഹൈക്കമാൻഡുമായും നല്ല ബന്ധത്തിലല്ല തരൂർ ഉള്ളത്. കിട്ടിയ അവസരം നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കാൻ കൂടി തരൂർ ഉപയോഗിച്ചേക്കുമോ എന്ന കാര്യത്തിൽ കൂടെ സംശയമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വളരെ വലിയ അതൃപ്തിയുണ്ട്. കാരണം ഈ ഒരു കാര്യത്തിൽ വളരെ പ്രതിരോധത്തിലാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു സർക്കാരിന്റെ നേട്ടം, ആ നേട്ടം എടുത്തു പറഞ്ഞതിന്റെ പേരിൽ നടപടിയെടുക്കാൻ കഴിയില്ല. മാത്രമല്ല ശശി തരൂരിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ ആ നടപടി എന്തുകൊണ്ട് എടുത്തു എന്ന് കൃത്യമായി വിശദീകരിക്കേണ്ടി വരും. ശശി തരൂരിനെതിരെ നടപടി അത് ദേശീയ മാധ്യമങ്ങൾ പോലും വലിയ വാർത്തയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം ഒരു ലോകോത്തര നേതാവ് കൂടിയാണ്. സ്വാഭാവികമായും തരൂരിനെതിരെ ഒരു നടപടി എടുക്കുമ്പോൾ അത് വളരെ വലിയ വാർത്തയാവുകയും അത് എന്തുകൊണ്ടാണ് നടപടിയെടുത്തതെന്ന് വിശദീകരിക്കുമ്പോൾ അത് കേരളത്തിലെ LDF സർക്കാരിന്റെ വികസനം എടുത്തു പറഞ്ഞതിന്റെ പേരിലാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് എതിർ കക്ഷികൾക്ക് അല്ലെങ്കിൽ എതിരാളികൾക്ക് കൂടുതൽ കരുത്ത് പകരുന്ന ഒന്നായി മാറുമെന്ന വിലയിരുത്തൽ കൂടി ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയാത്ത പ്രതിരോധത്തിലായ സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് പരമാവധി സംസാരിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ള രീതിയായിരിക്കാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി അടക്കമുള്ള നേതൃത്വം സ്വീകരിക്കുക. അല്ലാതെ ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. പക്ഷെ തരൂരുമായി ഈ കാര്യത്തിലൊരു സൗഹൃദമായ കൂടിക്കാഴ്ചയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. മാത്രമല്ല രാഹുൽ ഗാന്ധി അടക്കമുള്ള അല്ലെങ്കിൽ ദേശീയ നേതാക്കളുടെ എല്ലാ നിലയും കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണോ മാറ്റി നിർത്തുന്നത് അതുപോലെ തന്നെ ഈ ഹൈക്കമാൻഡും ശശി തരൂരിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാ നിലയും മത്സരിച്ച ആൾ കൂടിയാണ് ശശി തരൂര്. അന്ന് മുതൽ തന്നെ ഒരു ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിലാണ്, അല്ലെങ്കിൽ ഒരു വിമത വിഭാഗം എന്ന നിലയിലാണ് ശശി തരൂരിനെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അടക്കം എല്ലാത്തിനെയും കാണുന്നതും. അതിലും വളരെ വലിയ അതൃപ്തി ശശി തരൂരിനുണ്ട്. ഒരു പ്രവർത്തക സമിതി അംഗമായി തുടരുമ്പോഴും ആ ഒരു പരിഗണന പാർട്ടിക്കുള്ളിൽ അത് കേരളത്തിലും ദേശീയ തലത്തിലും നൽകുന്നില്ല എന്നുള്ളൊരു വലിയ പരാതി ശശി തരൂരിനുണ്ട്. എന്തായാലും ഇതെല്ലാം തന്നെയും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുമ്പോൾ ഇതെല്ലാം ചർച്ചയിൽ വരുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കപ്പെടുന്നത്. അല്ല, അതെ, സിബി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.